ഇനി അടുത്തത് നമ്മൾ ജലത്തിന്റെ വേറൊരു സ്വഭാവമാണ് പഠിക്കാൻ പോകുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. എന്താണ് ജലത്തിന്റെ താപധാരിത എന്ന് പറഞ്ഞാൽ? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. അതിന് ഒരു എക്സ്പെരിമെന്റ് പറയാം. Take equal quantity of water and coconut oil in 2 separate beakers and heat them in a water bath. അതായത് ഒരേ അളവിലുള്ള ജലവും വെളിച്ചെണ്ണയും 2 ബീക്കറുകളിലായിട്ട് എടുക്കാൻ പറയുന്നു. എന്നിട്ട് അതിനൊരു വാട്ടർ ബാത്തിൽ വെച്ച് ചൂടാക്കുക. വാട്ടർ ബാത്ത് എന്ന് പറഞ്ഞാൽ അതായത് ഒരു വലിയ പാത്രത്തിലെ തന്നെ ഇതിനെ രണ്ടിനെയും വെച്ചിട്ട് ചൂടാക്കുക. പാത്രത്തിലെ ജലത്തില് എണ്ണയും വെച്ച് ചൂടാക്കുക. മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ അറ്റ് റെഗുലർ ഇന്റർവൽസ് യൂസിങ് എ തെർമോമീറ്റർ. ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ രണ്ടിന്റെയും താപനില നോക്കുക. വിച്ച് ഓഫ് ദ 2 ടെമ്പറേച്ചേഴ്സ് റീച്ചസ് എ ഹയർ വാല്യൂ ഇൻ എ സ്പെസിഫൈഡ് ടൈം, ഫൈൻഡ് ഔട്ട്. അപ്പൊ നമ്മൾ രണ്ടിനും ഒരേ താപമാണ് കൊടുത്തത്. When same amount of heat is separated to equal quantities of water and coconut oil. ഈ ഒരേ അളവിലുള്ള ജലത്തിനും വെളിച്ചെണ്ണയ്ക്കും നമ്മൾ ഒരേ എമൗണ്ട് ഹീറ്റാണ് കൊടുത്തത്, ഒരേ താപമാണ് കൊടുത്തത്. എന്നാൽ why doesn't the temperature of water increases suddenly? അതായത് പെട്ടെന്ന് തിളയ്ക്കുന്നതിൽ ഏതായിരിക്കും? വെളിച്ചെണ്ണയായിരിക്കും പെട്ടെന്ന് തിളയ്ക്കുന്നത്. എന്നാൽ ജലത്തിലെ താപനില സാവധാനമേ ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എന്താണ് ഇതിന് പ്രത്യേകത? ജലത്തിന്റെ താപനില സാവധാനമേ ഉയരുന്നുള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസ്. വാട്ടറിന് മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് താപം കുറേ നേരം പിടിച്ചു നിർത്തുന്നതിനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ കഴിവിനെയാണ് എന്തോന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ജലത്തിന്റെ താപധാരിത എന്ന് പറയുന്നത്. എന്താണ് ജലത്തിന്റെ താപധാരിത? അല്ലെങ്കിൽ ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് അതർ സബ്സ്റ്റൻസ്. ജലത്തിന് മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് താപം താങ്ങി നിർത്താനുള്ള കഴിവ് കൂടുതലാണ്. ഈ ജലത്തിന്റെ ഈ കഴിവിനെയാണ് എന്തോന്ന് പറയുന്നത്? താപധാരിത. ജലത്തിന്റെ താപധാരിത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചോണ്ട് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസ്, വാട്ടർ ഹാസ് ദ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ്. ഇറ്റ് ഈസ് കാൾഡ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇനി ഈ ഹീറ്റ് കപ്പാസിറ്റി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ജലത്തിന്റെ ഹീറ്റ് കപ്പാസിറ്റി ഉപയോഗപ്പെടുത്തുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ്? പിന്നെ അതിന്റെ ആൻസർ ആണ് ഇനി പറയാൻ പോകുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഉപയോഗപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതാണ്? വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എൻജിൻസ്. നമുക്കറിയാം വാഹനങ്ങളുടെ റേഡിയേറ്റർ തണുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ജലം ഒഴിക്കാറുണ്ട്. അപ്പൊ അതൊരു ഉപയോഗമാണ്. വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി ഉപയോഗപ്പെടുന്ന ഒരു സന്ദർഭമാണ് വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ. ഓട്ടോമൊബൈൽ എഞ്ചിനുകളിൽ റേഡിയേറ്റേഴ്സിന്റെ താപനില ക്രമീകരിക്കാൻ വേണ്ടി ജലം ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്റ്റ്. ചൂടുള്ള വസ്തുക്കൾ തണുപ്പിക്കാൻ വേണ്ടി ജലം ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷൻസ്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. നമ്മുടെ ഭൂമിയിലെ 2/3 ഭാഗം എന്താണ്? ജലമാണ്. അതിൻ്റെ കൊണ്ട് എന്താണ് ഉപയോഗം? ഇറ്റ് റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. നമ്മുടെ ഭൂമിയിലെ താപനില നിയന്ത്രിച്ച് നിർത്തുന്നത് ഈ വാട്ടറാണ്. വാട്ടർ ബോഡീസിലെ വാട്ടറാണ് നമ്മുടെ ഭൂമിയിലെ താപനില ക്രമീകരിച്ച് നിർത്തുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ താപധാരിത, ജലത്തിന്റെ താപധാരിത എന്താണ്? അത് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളേവ. വാട്ട് ഡിഫൈൻ ഹീറ്റ് കപ്പാസിറ്റി? വാട്ട് ആർ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഹീറ്റ് കപ്പാസിറ്റി ഈസ് യൂസ്ഡ് എന്ന് വെച്ചാൽ ഏതൊക്കെ സിറ്റുവേഷൻ ആണ്? ആ 3 പോയിന്റും പഠിച്ചു വെക്കണം. എന്താണ്? ഫസ്റ്റ് പോയിന്റ്, വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ radiators to regulate the heat in automobile engine.
വാട്ടർ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ റേഡിയേറ്ററിലെ താപനില ക്രമീകരിക്കാൻ വേണ്ടി ജലം ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഒബ്ജക്റ്റ്. ചൂടുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ വേണ്ടി ജലം ഉപയോഗിക്കുന്നു. മൂന്നാമത്തത് 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. ഭൂമിയുടെ 1/2 ഭാഗവും ജലമാണ്. ഇറ്റ് റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. ഇത് ഭൂമിയുടെ താപനില ക്രമീകരിക്കുന്നു, സഹായിക്കുന്നു. റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്. അപ്പം അത് പഠിച്ചിരിക്കും. ഇനി മോർ ദാൻ 65% ഓഫ് ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഇൻ വാട്ടർ. അതായത് നമ്മുടെ അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ ശരീരത്തിലെ 65% എന്തോന്നാണ്? ജലമാണ്. ഇനി ഫ്രീസിങ് ഓഫ് വാട്ടർ എന്താണ്? അല്ലെ, ജലം ചൂടാകുന്ന കാര്യമാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. ഇനി ജലം തണുക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്താണ് ഫ്രീസിങ് ഓഫ് വാട്ടർ നോക്കാം. എപ്പോഴാണ് ജലം തണുക്കുന്നത്? അതായത് വി ആർ ഫെമിലിയർ വിത്ത് വാട്ടർ ഗെറ്റിംഗ് ഫ്രോസൺ ഇൻ ഫ്രീസേഴ്സ്. വാട്ടർ ചേഞ്ചസ് ടു ഐസ്. തണുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഏതാകുമ്പോഴാണ്? വാട്ടർ ആൻഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴാണ് ജലം തണുത്തു എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഐസ്. ജലത്തിന്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഖരാവസ്ഥ എന്ന് പറയുന്നത് ഐസാണ്. ഏത് ടെമ്പറേച്ചറിലാണ് ജലം ഐസായി മാറുന്നത്? ജലം 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് അത് ഐസായി മാറുന്നത്. അല്ലെങ്കിൽ അത് ദ്രാവകത്തിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് മാറുന്നത്, ലിക്വിഡിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. അപ്പോഴാ പോയിന്റ് നമ്മളിപ്പോൾ ജലം ബോയിൽ ചെയ്യുന്ന, ജലം തിളയ്ക്കുന്ന പോയിന്റിനെ എന്തോന്ന് വിളിച്ചു? ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ജലം തണുക്കുന്ന പോയിന്റ്, ഫ്രീസ് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം? ഫ്രീസിങ് പോയിന്റ് എന്ന് വിളിക്കാം. ജലം തണുക്കുന്ന, ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയായിരുന്നു? 100 ഡിഗ്രി സി. അങ്ങനെയാണെങ്കിൽ ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? ജലം തണുക്കുന്നത് 0 ഡിഗ്രി സി. ഇപ്പൊ ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സി ആണ്. The freezing point of a liquid is the temperature at which it freezes to solid at normal atmospheric pressure. അതായത് നേരത്തെ നമ്മൾ പഠിച്ച അതിന്റെ ഡെഫിനിഷൻ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ എന്താണ് ഒരു ലിക്വിഡ് തണുത്ത് സോളിഡ് ആകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് എന്തോന്ന് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തണുത്ത് ഖരമായി മാറുന്ന താപനിലയാണ് അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്രീസിംഗ് പോയിന്റ്, ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ്, അതിൻ്റെ ഖരനില എന്ന് പറയും, ഖരനില. അതിൻ്റെ ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0 ഡിഗ്രി സി. അതായത് ജലത്തിൻ്റെ ഖരനില എത്രയാണ്? 0 ഡിഗ്രിയാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അടുത്തത് നോർമലി all substance shrink on cooling and their volume decreases. This increases its density. അതായത് ഇനി ജലം തണുക്കുമ്പോൾ ജലം തണുക്കുമ്പോൾ എന്താണ് അതിന് സംഭവിക്കുന്ന മാറ്റം? നോർമലി all substances, എല്ലാ പദാർത്ഥങ്ങളും all substance shrink or cooling. അതായത് എല്ലാ പദാർത്ഥങ്ങളും തണുക്കുമ്പോൾ എന്ത് ചെയ്യും? ചുരുങ്ങും. and their volume decreases. ചുരുങ്ങി അതിൻ്റെ വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ദിസ് ഇൻക്രീസസ് ഡെൻസിറ്റി, അതിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി കൂടും. എന്നാൽ if that is the case, ice should sink in water, but does not happen. Find out. അങ്ങനെയാണെങ്കിൽ ജലം തണുക്കുമ്പോൾ എന്തായി മാറുമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു? ഐസായി മാറും എന്ന് പറഞ്ഞു അല്ലേ? ഐസ് ഷുഡ് സിങ്ക് ഇൻ വാട്ടർ, ബട്ട് ഡസ് ഇറ്റ് ഹാപ്പൻ? ഫൈൻഡ് ഔട്ട്. ഐസ് ജലത്തിൽ താഴ്ന്നാണ് നടക്കുന്നത്? ഇല്ല, ഐസ് പൊങ്ങിയാണ് കിടക്കുന്നത് ജലത്തിൽ. അപ്പോൾ സാധാരണ എല്ലാ പദാർത്ഥങ്ങളും തണുക്കുമ്പോൾ ചുരുങ്ങുകയും അതിൻ്റെ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ജലത്തിൻ്റെ കാര്യത്തിൽ ജലം തണുക്കുമ്പോൾ ഇറ്റ് എക്സ്പാൻഡ്, അത് വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസ് കട്ടകൾ ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? ഐസിന് ജലം തണുക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യണമുണ്ട്, അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഐസിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഐസ് കട്ടകൾ ഫ്ലോട്ട് ഓൺ ദ വാട്ടർ സർഫസ്. ജലത്തിൽ മുകളിൽ ഐസ് കട്ടകൾ പൊങ്ങിക്കിടക്കാനുള്ള കാരണം മനസ്സിലായല്ലോ. എൻ്റെ ആൻസർ എന്തോന്ന് പറയും? വെൻ വാട്ടർ ഈസ് കൺവേർട്ടഡ് ടു ഐസ്, ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. അതിൻ്റെ
വ്യാപ്തം കൂടുന്നു. ആൻഡ് ദ ഡെൻസിറ്റി ഡിക്രീസസ്, സാന്ദ്രത കുറയുന്നു. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും, എന്തുകൊണ്ട് when water freezes to ice it expand or shrink, അത് വികസിക്കുകയാണോ ചുരുങ്ങുകയാണോ ചെയ്യുന്നത്? വാട്ടർ ഫ്രീസ് ചെയ്യുമ്പോൾ, ജലം തണുക്കുമ്പോഴത് എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, വികസിക്കുകയാണ് ചെയ്യുന്നത്. വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എന്തോന്ന് കൂടും? വ്യാപ്തം കൂടും, അതിൻ്റെ വോളിയം കൂടും, അതിൻ്റെ ഡെൻസിറ്റി കുറയും, അതിൻ്റെ സാന്ദ്രത കുറയും. അതാണ് ഐസ് കട്ടകൾ എന്ത് ചെയ്യാൻ കാരണം? ഐസ് കട്ടകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണ്? when water is converted to ice, ജലം ഐസായി മാറുമ്പോൾ its volume increases, അതിൻ്റെ വ്യാപ്തം കൂടുകയും ഡെൻസിറ്റി കുറയുകയും ചെയ്യുന്നു, അതിൻ്റെ സാന്ദ്രത കുറയുകയും ചെയ്യുന്നതുകൊണ്ട് ഐസ് പീസസ് ഫ്ലോട്ട് ഓൺ വാട്ടർ, ഐസ് കട്ടകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പം മറ്റു പദാർത്ഥങ്ങളിൽ നിന്നും ജലത്തിൻ്റെ പ്രത്യേകത ഇതാണ്. എല്ലാ പദാർത്ഥങ്ങളും തണുക്കുമ്പോൾ ചുരുങ്ങും, ഷ്രിങ്ക് ചെയ്യും. എന്നാൽ ജലത്തിൻ്റെ കാര്യത്തിൽ ജലം തണുക്കുമ്പോൾ അത് വികസിക്കുകയാണ്, ഇറ്റ് എക്സ്പാൻഡ്. സോ വോളിയം ആൾസോ ഇൻക്രീസസ്. ഇനി അടുത്തത് ജലത്തിൻ്റെ വേറൊരു സ്വഭാവം, വേറൊരു പ്രോപ്പർട്ടി, സർഫസ് ടെൻഷൻ എന്ന് പറയും, പ്രതല ബലം എന്ന് പറയും. എന്താണ് പ്രതല ബലം? ജലത്തിൻ്റെ പ്രതല ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാവ് യു സീൻ സർട്ടൻ ഇൻസെക്ട്സ് മൂവിങ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ? ഇപ്പം നിങ്ങൾ ജലാശയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, കുളങ്ങളിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികൾ ആ ജലത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് അവ അടിയിലേക്ക് താഴ്ന്നു പോകുന്നില്ല? ജലത്തിൻ്റെ മുകളിൽ കൂടി അവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്നു. ഹാവ് യു എവർ തോട്ട് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? നിങ്ങൾ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിന് ഒരു അതുപോലെ തന്നെയാണ്, fill a trough with water and place a blade carefully on its surface. ഒരു ട്രഫിൽ, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്ത് വളരെ ശ്രദ്ധിച്ച് ഒരു ബ്ലേഡ് അതിൻ്റെ സർഫസിലേക്ക് വയ്ക്കുക. ഇറ്റ് ഈസ് ആൾസോ ഫ്ലോട്ട് ഓൺ ദ സർഫസ്. ആ ബ്ലേഡ് താഴ്ന്നു പോകില്ല, മുകളിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? എന്തായിരിക്കും ഇതിനെയൊക്കെയുള്ള കാരണങ്ങൾ? അതാണ് നമ്മൾ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഫിഗറിൽ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, സർഫസ് ടെൻഷനിലെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിൽ ഒരു ബീക്കറിൽ വെള്ളം, ജലത്തിൻ്റെ മോളിക്യൂൾസ് ആണ് കാണിച്ചിരിക്കുന്നത്, ജലത്തിലെ തന്മാത്രകൾ. ആ തന്മാത്രകളിൽ ആരോ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആരോ എന്ന് പറയുന്നത് രണ്ട് വശങ്ങളിലേക്കും ആരോ പോകുന്നുണ്ട്, മുകളിലേക്കും ആരോ പോകുന്നുണ്ട്, ഉണ്ടോ? അപ്പോൾ ജലതന്മാത്രകളുടെ ആ മൂവ്മെൻ്റ് ആണ് അവിടെ കാണിച്ചേക്കണം. രണ്ട് വശങ്ങളിലേക്കും മുകളിലേക്കും മൂവ്മെൻറ്റ് മാത്രമല്ല, അവയെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യണം. അവ രണ്ട് വശങ്ങളിലേക്കും അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത്, ആകർഷിക്കപ്പെടുന്നു. ജലതന്മാത്രകൾ അതിൻ്റെ ആ ഇരിക്കുന്ന പാത്രത്തിൻ്റെ വശങ്ങളിലേക്കും മുകളിലേക്കും ആകർഷിക്കപ്പെടുന്നതായിട്ടാണ് അവിടെ കാണിച്ചേക്കുന്നത്. അതാണ് ആരോ കാണിച്ചേക്കുന്നത്. അപ്പോൾ the number of molecules in vapor form just above the surface of water is less than that of the surface. Hence the attraction towards the sides and the interior will be greater. അപ്പോൾ ജലത്തിൻ്റെ മുകളിൽ ഉള്ള ജലതന്മാത്ര വാട്ടർ വേപ്പർ ഫോമിലുള്ള തന്മാത്രകളുടെ എണ്ണം കുറവായിരിക്കും. കൂടുതലും ആ പാത്രത്തിനുള്ളിലെ ലിക്വിഡ് ഫോമിലുള്ള മോളിക്യൂൾസ് ആണ് കൂടുതൽ. അതുകൊണ്ട് ദ അട്രാക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ, വാട്ടർ മോളിക്യൂൾസ് സൈഡ് വേഴ്സും പിന്നെ ഡൗൺ വേഴ്സ് ആൻഡ് അപ്പ് വേഴ്സ്, മുകളിലും താഴോട്ടും ഒക്കെ അട്രാക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ അട്രാക്ഷൻ ടുവാർഡ്സ് ദ സൈഡ്സ് ആൻഡ് ദ ഇൻറ്റീരിയർ വിൽ ബി ഗ്രേറ്റർ. ഈ വശങ്ങളിലേക്കും മുകളിലേക്കുള്ള ഈ ആകർഷണ ബലം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ദ ലിക്വിഡ് സർഫസ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. അതുകൊണ്ട് വാട്ടറിൻ്റെ സർഫസ് ഒരു വലിഞ്ഞു നിൽക്കുന്ന ഒരു പാട പോലെ പ്രവർത്തിക്കും. അതായത് ആ ജലതന്മാത്രകളുടെ അട്രാക്ഷൻ മൂലമാണ്, ആകർഷണം മൂലമാണ്. ഡ്യൂ ടു അട്രാക്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ദ വാട്ടർ സർഫസ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ആ ഒരു വലിഞ്ഞു നിൽക്കുന്ന പാട പോലെ പ്രവർത്തിക്കും. ഇതാണ് എന്തോന്ന് പറയുന്നത്, ഈ പ്രോസസ്സിനെയാണ്, ഈ ഫിനോമിനെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തിനെയാണ് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസെക്ട്സ്, പ്രാണികൾ ജലോപരിതലത്തിലൂടെ നടക്കുന്നതും ഒരു ബ്ലേഡ് കെയർഫുള്ളി നമ്മൾ ഒരു ട്രഫിലെ വെള്ളത്തിൽ വെച്ചപ്പോൾ പൊങ്ങിക്കിടന്നതും എല്ലാം ഏത് കാരണമാണ്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ. എന്തുകൊണ്ടാണ്?
പ്രതല ബലം കാരണമാണ് ഇതുപോലെ പിന്നെ ഈ ബ്ലേഡ് വെച്ച് പൊങ്ങിക്കിടന്നതും പ്രാണികൾക്ക് അതിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കാൻ കഴിഞ്ഞതുമല്ല. അതിന് കാരണമായ ഫോഴ്സ് ഏതാണെന്ന് വെച്ചാൽ എന്തോന്ന് പറയും? സർഫസ് ടെൻഷൻ എന്ന് പറയണം, പ്രതല ബലം എന്ന് പറയാം. എന്താണ് ഈ പ്രതല ബലത്തിന് കാരണം? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്, ജലതന്മാത്രകളുടെ ആകർഷണം. എങ്ങനെയുള്ള ആകർഷണം? അതായത് നമ്മൾ ഒരു പിന്നെ പാത്രത്തിലിരിക്കുന്ന ജലത്തിൽ അല്ലെങ്കിൽ ഒരു പോണ്ടിലെ വാട്ടർ ഒരു കുളത്തിലെയോ ഒക്കെ ജലോപരിതലത്തില് എന്തായിരിക്കും? ആ ജലോപരിതലത്തിലേക്ക് അതിൻ്റെ അടിയിലുള്ള മോളിക്യൂൾസിന്റെ അട്രാക്ഷനും സൈഡിലുള്ള മോളിക്യൂൾസിന്റെ അട്രാക്ഷനും വളരെ കൂടുതലായിരിക്കും. അതിന്റെ ഫലമായിട്ട് സർഫസ് ബിഹേവ് ലൈക്ക് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. അതിന്റെ സർഫസ് എന്തോന്ന് വലിഞ്ഞു നിൽക്കുന്ന ഒരു പാട പോലെ പ്രവർത്തിക്കും. ദിസ് ഫിനോമിന ഈസ് കാൾഡ് സർഫസ് ടെൻഷൻ. ഈ പ്രതിഭാസത്തിനെയാണ് പ്രതല ബലം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതല ബലത്തിന്റെ കാരണം എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? അട്രാക്ഷൻ ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്, ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. ഇവിടെ വശങ്ങളിലേക്കും മുകളിലേക്കും ഉള്ള ആകർഷണ ബലത്തിന്റെ ഫലമായിട്ട് ദ്രാവകോപരിതലം ഒരു പാട പോലെ പ്രവർത്തിക്കും. ദ ലിക്വിഡ് സർഫസ് ആക്ട് ലൈക്ക് സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ദിസ് ഫോഴ്സ് ഈസ് കാൾഡ് സർഫസ് ടെൻഷൻ. ഈ ബലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതല ബലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു മാർക്കിനൊക്കെ സിമ്പിളായിട്ട് ചോദിക്കുന്നതാണ് പിന്നെ ഒരു ബ്ലേഡ് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണമായ ഫോഴ്സ് ബലം ഏത് എന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് എന്താണ്? സർഫസ് ടെൻഷൻ. ഇനി നമുക്ക് സ്മോൾ ഇൻസെക്ട്സ് ക്യാൻ മൂവ് റാൻഡംലി ഓൺ ദ സർഫേസ് ഓഫ് വാട്ടർ. ബ്ലേഡ് ഇപ്പം ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. അപ്പോൾ ഇതെല്ലാം ആൾ ദീസ് ആർ ഡ്യൂ ടു സർഫസ് ടെൻഷൻ. ഇതിനെല്ലാം കാരണമായ ബലമാണ്, അതിൻ്റെ പേരാണ് നമ്മൾ പഠിക്കാറുള്ളത്. എന്താണ്? സർഫസ് ടെൻഷൻ, പ്രതല ബലം. സർഫസ് ടെൻഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓൾ ലിക്വിഡ്സ്. ഇപ്പൊ എല്ലാ ലിക്വിഡ്സിനും എന്തോന്നുണ്ട്? ഈ സർഫസ് ടെൻഷൻ ഉണ്ട്, പക്ഷെ ജലത്തിന് കൂടുതലാണെന്ന് മാത്രം. അപ്പൊ ഇനി അടുത്ത വേറൊരു എക്സ്പെരിമെന്റ് പറയാൻ പോവുകയാണ്. എന്തോന്നാണ്? ടൈ എ ത്രെഡ് ടു മെറ്റാലിക് ലൂപ്പ്, ഇമേഴ്സ് ഇറ്റ് ഇൻ സോപ്പ് വാട്ടർ ആൻഡ് ക്രിയേറ്റ് എ സോഫ്റ്റ് ഫിലിം ഷോൺ ഇൻ ഫിഗർ. ഒരു മെറ്റൽ റിങ് അല്ലെങ്കിൽ ഒരു ബാങ്കിളോ ഏതെങ്കിലും എടുത്താലും മതി. മെറ്റൽ ഒരു ഇരുമ്പ് വളയം എടുത്തിട്ട് അതിൽ ഒരു നൂല് കൊണ്ട് കെട്ടണം. അതിൻ്റെ മധ്യഭാഗത്തുനിന്ന് കുറച്ച് മാറി ഒരു നൂല് ലൂസായിട്ട് കെട്ടിയിടുക. എന്നിട്ട് അതിനെ ഏതിൽ ഡിപ്പ് ചെയ്തെടുക്കണം? സോപ്പ് വാട്ടറിൽ ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോഴെന്ത് സംഭവിക്കും? നമുക്ക് ആ ത്രെഡിൻ്റെ രണ്ട് വശങ്ങളിലും സോപ്പ് ഫിലിം പ്രത്യക്ഷപ്പെടും. സോപ്പ് പതയുടെ രണ്ട് പോർഷൻ ഉണ്ടാവും, സോപ്പ് ഫിലിം പ്രത്യക്ഷപ്പെടും. prick a portion of the film using a pin. എന്നിട്ട് ഒരു പോർഷൻ നമ്മൾ ഒരു ചെറിയ മുട്ട് പിന്ന് കൊണ്ട് പൊട്ടിക്കുക. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദ ഫിലിം? അതിൻ്റെ ബാക്കി പോർഷൻ എന്ത് ആകൃതിയായിരിക്കും എന്നാണ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ നോക്കി നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞ എക്സ്പെരിമെൻ്റ് എന്തോന്നാണ്? ഒരു മെറ്റൽ റിങ്ങിൽ ഒരു ത്രെഡ് ടൈ, അതായത് മിഡിൽ നിന്ന് ജസ്റ്റ് മാറി കെട്ടിയിടുക. ടൈ എ ത്രെഡ് ടു എ മെറ്റൽ ലൂപ്പ് ആൻഡ് ഇമേഴ്സ് ഇൻ എ സോപ്പ് വാട്ടർ. പിന്നെ ഒരു സോപ്പ് വെള്ളത്തിൽ മുക്കിയെടുക്കുക. ആൻഡ് ക്രിയേറ്റ് എ സോപ്പ് ഫിലിം. ഒരു സോപ്പ് ഫിലിം ഉണ്ടാവും. എന്നിട്ട് വൺ പോർഷൻ ഓഫ് ദ ഫിലിം ഈസ് പ്രിക്ക്. ഒരു പോർഷൻ പൊട്ടിക്കുക ഒരു പിന്നുപയോഗിച്ച്. എന്നിട്ട് ബാക്കി അങ്ങനെ പൊട്ടിച്ചാൽ പിന്നെ ഉണ്ടാകുന്ന പോർഷൻ്റെ ഷേപ്പ് ഏതാണെന്നാണ് നോക്കുക. രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ബിയും സിയും രണ്ട് ഫിഗർ. അതിൽ ഏത് കറക്റ്റാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ടാമത്തെ പിക്ചറാണ് കറക്റ്റായിട്ട് വരുന്നത്. ഹൗ ഡസ് ദ റിമൈനിങ് സോപ്പ് ഫിലിം ടിക്ക് ദ കറക്റ്റ് വൺ. അതിൻ്റെ സോപ്പ് ഫിലിമിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ താഴോട്ട് പറയും. സർഫസ് ഏരിയ, അതിന് എന്താണ്? ഉപരിതല വിസ്തീർണം, പ്രതല വിസ്തീർണം എന്നതിനെ പറ്റി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സർഫസ് ഏരിയ ഓഫ് ദ സോപ്പ് ഫിലിം ഡിക്രീസസ്. നമ്മൾ ഒരു പിന്നുകൊണ്ട് കുത്തുമ്പോൾ സോപ്പ് ഫിലിമിൻ്റെ സർഫസ് ഏരിയ കുറയുന്നു എന്ന് കാണിക്കുന്ന ഫിഗറാണ് അവിടെ കറക്റ്റ്. അതുകൊണ്ടാണ് സി അവിടെ ശരിയായി വന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുന്നത്, സ്മോൾ വാട്ടർ ഡ്രോപ്സ് ക്യാൻ ബി സീൻ ഇൻ സ്ഫെറിക്കൽ ഫോംസ്. നമ്മളിപ്പോൾ ചെറിയ വെള്ളത്തുള്ളികൾ
നോക്കുകയാണെങ്കിൽ എന്ത് ഷേപ്പ് ആയിരിക്കും? ഗോളാകൃതിയാണല്ലോ. സാധാരണ വെള്ളത്തുള്ളികൾ നമ്മൾ ഒരു വിരലുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു മേശയുടെ പുറത്തോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. എന്തോന്നാണ് സ്പെറിക്കൽ ഷേപ്പ്, ഗോളാകൃതിയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നത്? എന്താണ് അതിന് കാരണം? അതിന്റെ ആൻസറാണ് ഇനി പറയാൻ പോകുന്നത്. സർഫസ് ടെൻഷൻ ആക്ട് ഇൻ സച്ച് എ വേസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. അതായത് സർഫസ് ടെൻഷൻ, പ്രതലബലം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷന്റെ ഫലമായിട്ടാണ് പ്രതലബലം ഉണ്ടാകുന്നത്. ഇറ്റ് ആക്ട് ഇൻ സച്ച് എ വേസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. അപ്പോൾ ഒരു ദ്രാവകത്തിന്റെ ഉപരിതല വിസ്തീർണം കുറയ്ക്കാനാണ് ആര് നോക്കുന്നത്? സർഫസ് ടെൻഷൻ ശ്രമിക്കുന്നത്. ഇറ്റ് ആക്ട് ഇൻ സച്ച് എ വേ ആസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിന്റെ ഉപരിതല വിസ്തീർണം കുറയ്ക്കാനാണ് പ്രതല ബലം നോക്കുന്നത്. ഫോർ ദ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, സർഫസ് ഏരിയ ഈസ് മിനിമം ഫോർ സ്പെറിക്കൽ ഷേപ്പ്. അതായത് ഒരു നിശ്ചിത മാസ് ഉള്ള പദാർത്ഥത്തിന്റെ സർഫസ് ഏരിയ മിനിമം ആയിരിക്കുന്നത് അത് ഏത് ഷേപ്പിലായിരിക്കുമ്പോഴാണ്? സ്പെറിക്കൽ ഷേപ്പിലായിരിക്കുമ്പോഴാണ് അതിന്റെ സർഫസ് ഏരിയ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. സോ ലിക്വിഡ് ഡ്രോപ്സ് അറ്റൈൻ സ്പെറിക്കൽ ഷേപ്പ്. അതുകൊണ്ടാണ് ദ്രാവകത്തുള്ളികൾ എന്ത് ചെയ്യുന്നത്? ഗോളാകൃതി പ്രാപിക്കുന്നത്. അപ്പം വൈ ലിക്വിഡ് ഡ്രോപ്സ് അറ്റൈൻ സ്പെറിക്കൽ ഷേപ്പ്? എന്തുകൊണ്ട് ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നു? അപ്പൊ നമ്മൾ എന്താണ് രണ്ട് സെന്റൻസ് എഴുതാനുള്ളത്? സർഫസ് ടെൻഷൻ ആക്ട് ഇൻ such a way as to reduce the surface area of a liquid. സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നു. എങ്ങനെ ആക്ട് ചെയ്യുന്നു? ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിന്റെ സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യുന്ന വിധത്തിലാണ് സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ ഉപരിതല വിസ്തീർണം കുറയ്ക്കുന്ന തരത്തിലാണ് പ്രതലബലം അനുഭവപ്പെടുന്നത്. ഇനി ഫോർ ദ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന്റെ സർഫസ് ഏരിയ കുറഞ്ഞിരിക്കുന്നത് അത് ഗോളാകൃതി ആയിരിക്കുമ്പോഴാണ്. ഫോർ ദ ഡെഫിനിറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇറ്റ് സർഫസ് ഏരിയ ഈസ് മിനിമം when it is in spherical shape. അത് ഗോളാകൃതി ആയിരിക്കുമ്പോഴാണ് അതിന്റെ സർഫസ് ഏരിയ എപ്പോഴും കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സർഫസ് ഏരിയ കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ലിക്വിഡ് ഡ്രോപ്സ് അറ്റൈൻ സ്പെറിക്കൽ ഷേപ്പ്. ദ്രാവകത്തുള്ളികള് ഗോളാകൃതി പ്രാപിക്കുന്നത്. മനസ്സിലായല്ലോ? അത് നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി ക്യാൻ വി റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ? ഇനി ഈ സർഫസ് ടെൻഷൻ നമുക്ക് കുറയ്ക്കണമെന്ന് വിചാരിച്ച് നടക്കൂ? അങ്ങനെ പറ്റുമെന്ന് നോക്കാം. ആഡ് സം സോപ്പ് സൊല്യൂഷൻ കെയർഫുള്ളി ത്രൂ ദ സൈഡ്സ് ഓഫ് ദ വാട്ടർ ഇൻ ദ ട്രേ ഇൻ വിച്ച് ബ്ലേഡ് ഫ്ലോട്ട്സ്. നേരത്തെ പറഞ്ഞു ഒരു ട്രേയില് അനക്കാതെ വെച്ചിരിക്കുന്ന വെള്ളത്തില് അതിന്റെ മുകളിൽ നമ്മൾ കെയർഫുള്ളി ആയിട്ട് ഒരു ബ്ലേഡ് പ്ലേസ് ചെയ്താൽ, ശ്രദ്ധിച്ച് ഒരു ബ്ലേഡ് വയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഫ്ലോട്ട് ഓൺ ദ വാട്ടർ, അത് ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആ വെള്ളത്തിലേക്ക് തന്നെ എന്ത് ചെയ്യണം? കുറച്ച് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യണം. പിന്നെ സോപ്പ് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ വാട്ട് ഹാപ്പൻസ് ടു ദ ബ്ലേഡ്? ബ്ലേഡിന് എന്ത് സംഭവിക്കുന്നു? കുറച്ച് സമയം കഴിയുമ്പോൾ ആ ബ്ലേഡ് താഴ്ന്നു പോകുന്നതായിട്ട് കാണാം. ഇറ്റ് സിങ്ക് ഓൺ ദ വാട്ടർ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നത്? ഡ്യൂ ടു സർഫസ് ടെൻഷൻ അല്ലേ? പിന്നെ പ്രതലബലം കൊണ്ടാണ് ഈ ബ്ലേഡ് പൊങ്ങിക്കിടന്നത്. അപ്പൊ ബ്ലേഡ് താഴ്ന്നു പോകുന്നെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ പ്രതലബലം കുറഞ്ഞതുകൊണ്ടാണ് ബ്ലേഡ് താഴ്ന്നു പോയത്. പ്രതലബലം കുറയാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്തു? കുറച്ച് സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്തു ആ വെള്ളത്തിലേക്ക്. അപ്പൊ സോപ്പ് സൊല്യൂഷൻ സോപ്പ് ലായനിക്ക് എന്തോന്നുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. സോപ്പ് സൊല്യൂഷൻ ക്യാൻ ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ. സോപ്പ് ലായനിക്ക് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം കുറയ്ക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഒരു ദ്രാവകത്തിന്റെ ജലത്തിന്റെ പ്രതലബലം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ആഡിങ് സോപ്പ് സൊല്യൂഷൻ. സോപ്പ് സൊല്യൂഷന് പ്രതലബലം കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഈ സോപ്പ് സൊല്യൂഷനിലെ സോപ്പ് മോളിക്യൂൾസ് എന്തിന്റെ ഇടയിൽ കയറും? വാട്ടർ മോളിക്യൂൾസിന്റെ ഇടയിൽ കയറും. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. അങ്ങനെയാണ് അതിന്റെ എന്തോന്ന് കുറയുന്നത്? സർഫസ് ടെൻഷൻ കുറയുന്നത്. വാട്ടർ മോളിക്യൂൾസിന്റെ ആകർഷണം അല്ലെങ്കിൽ ജലതന്മാത്രകളുടെ ആകർഷണം കൊണ്ടാണ് സർഫസ് ടെൻഷൻ ഉണ്ടാകുന്നത്. സോപ്പ് മോളിക്യൂൾസ് ആഡ് ചെയ്യുമ്പോൾ ഈ ജലതന്മാത്രകളുടെ ഇടയിലേക്ക് സോപ്പ് ലായനിയുടെ തന്മാത്രകൾ കയറും. അപ്പം എന്ത് ചെയ്യും? ഈ സോപ്പിന്റെ തന്മാത്രകളുടെ ആകർഷണ ബലം കുറയും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സോപ്പ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ
കുറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ജലത്തിന്റെ ഘടകങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കമ്പോണൻസ് ഓഫ് വാട്ടർ.